तो जवाब भारत सरकार ने देना चाहिए। इतना बड़ा चुनाव हुआ, एक बार भी रूलिंग पार्टी के किसी व्यक्ति ने महंगाई पर बोला क्या? किसी इंटरव्यू वाले ने पूछा क्या? क्या महंगाई मुद्दा नहीं है क्या? भ्रष्टाचार मुद्दा है कि नहीं है? मैं हैरान हूं, मेरे देश का मीडिया को भी क्या हो गया है। कम से कम वो तो रूलिंग पार्टी को पूछना चाहिए। तो जवाब भारत सरकार ने देना चाहिए। इतना बड़ा चुनाव हुआ, एक बार भी रूलिंग पार्टी के किसी व्यक्ति ने महंगाई पर बोला क्या? किसी इंटरव्यू वाले ने पूछा क्या? क्या महंगाई मुद्दा नहीं है क्या? भ्रष्टाचार मुद्दा है कि नहीं है? मैं हैरान हूं, मेरे देश का मीडिया को भी क्या हो गया है। कम से कम वो तो रूलिंग पार्टी को पूछना चाहिए। അതെ മിസ്റ്റർ മോഡി, പറയൂ, ഇൻഫ്ലേഷനെ കുറിച്ച് പറയൂ, രാജ്യത്തെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയൂ, രാജ്യത്തെ പണപ്പെരുപ്പത്തെ കുറിച്ച് പറയൂ, രാജ്യത്തെ രൂപയുടെ മൂല്യ തകർച്ചയെ കുറിച്ച് പറയൂ, രാജ്യത്തെ ഇന്ധനക്ഷാമത്തെ കുറിച്ച് പറയൂ, രാജ്യത്തെ ഇന്ധനങ്ങളുടെ വില വർധനവിനെ കുറിച്ച് പറയൂ, രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ച് പറയൂ, രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറയൂ, രാജ്യത്തെ CBSE ക്രമക്കേടിനെ കുറിച്ച് പറയൂ, രാജ്യത്തെ എൻട്രൻസ് എക്സാമിലെ ക്രമക്കേടിനെ കുറിച്ച് പറയൂ. റൂളിംഗ് പാർട്ടി ഭരണാധികാരിയായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. പറയൂ, നിങ്ങൾ ഒരു വട്ടമെങ്കിലും വാ തുറക്കൂ. ജൽജീരയെ കുറിച്ച് പറയാൻ വാ തുറക്കുന്ന നരേന്ദ്രമോദി, രാജ്യത്തെ വെറൈറ്റീസ് ഓഫ് മാംഗോയെ കുറിച്ച് പറയാൻ വാ തുറക്കുന്ന നരേന്ദ്രമോദി, എന്തേ രാജ്യത്തെ CBSE ക്രമക്കേടിനെ കുറിച്ച്, നീറ്റ് ക്രമക്കേടിനെ കുറിച്ച്, ഇൻഫ്ലേഷനെ കുറിച്ച്, രൂപയുടെ മൂല്യ തകർച്ചയെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാ. എന്നാലോ ഇന്ന് രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ച. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പിന്നെ ഈ പറയുന്ന പണപ്പെരുപ്പം, രൂപയുടെ മൂല്യത്തകർച്ച, സാധനങ്ങളുടെ വിലക്കയറ്റം, രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാ. നരേന്ദ്രമോദി മിണ്ടുന്നില്ല, ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ല, വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടുന്നില്ല. പിന്നെ ആര് മിണ്ടും? ആരെങ്കിലും മിണ്ടണ്ടേ? രാജ്യം ഭരിക്കുന്ന പാർട്ടി മറുപടി പറയണമെന്നല്ലേ നരേന്ദ്രമോദി പറഞ്ഞത്? എന്തേ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന വ്യക്തിയായിട്ടും എന്തേ മറുപടി പറയാൻ കഴിയാത്തത്? എന്തേ മിണ്ടുന്നില്ല? എന്തേ മാധ്യമങ്ങളെ കാണുന്നില്ല? എന്തേ രാജ്യത്തെ ഒരു കോടി മീഡിയക്കാരനും ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നില്ല? മാധ്യമങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മാധ്യമ സമ്മേളനം, വാർത്താ സമ്മേളനം നടത്തിയാലല്ലേ ഇതൊക്കെ ചോദിക്കാൻ പറ്റുക. അത് നടത്തുന്നില്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരു തവണ പോലും വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറല്ല. എന്തുകൊണ്ട്? നരേന്ദ്രമോദി പറഞ്ഞതൊക്കെ തിരിച്ചടിക്കുകയാ. പെട്രോളിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞു, രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ച് പറഞ്ഞു, നാണയപ്പെരുപ്പത്തെക്കുറിച്ച് പറഞ്ഞു, 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞു, 400 രൂപയ്ക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഈ പറയുന്ന നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ ഡബിൾ ആയി ഇപ്പോഴും. എന്നിട്ടും മിണ്ടുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ബംഗാളിൽ പറഞ്ഞു, ബീഹാറിൽ പറഞ്ഞു. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? മുസ്ലിമിനെക്കുറിച്ച്, പശുവിനെക്കുറിച്ച്, ബീഫിനെക്കുറിച്ച് അല്ലേ? ഇത് മാത്രമല്ലേ പറഞ്ഞത്? എന്നിട്ടോ പറയേണ്ട കാര്യങ്ങളൊക്കെ അവഗണിക്കുകയാ. 12 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു നോർവീജിയൻ മാധ്യമപ്രവർത്തക ചോദിച്ചപ്പോൾ അവിടെ നിന്നും ഇറങ്ങി ഓടി രാജ്യത്തെ പറയിപ്പിച്ചു. ഒരു മാധ്യമപ്രവർത്തകയുടെ ഒരു ചോദ്യത്തിന് പോലും, രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയാതെ ഇറങ്ങി ഓടി നാണം കെട്ടു അല്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? രാജ്യത്തെ സംഘപരിവാർ ഹാൻഡിലുകൾ ആ നോർവീജിയൻ മാധ്യമപ്രവർത്തകയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയി തെറി വിളിച്ചു, ചോദ്യം ചോദിച്ചതിന്. നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ അല്ലാത്ത ക്വസ്റ്റ്യനുകൾ പലരും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്വസ്റ്റ്യനുകളും അൺകംഫർട്ടബിൾ ആണ്. ഒന്നും കംഫർട്ടബിൾ ആയിട്ടില്ല. ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ
അൺകംഫർട്ടബിളാണ് അല്ലേ? സാധാരണഗതിയിൽ ഓരോ മനുഷ്യനും ചില ചോദ്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, ചിലതൊക്കെ അൺകംഫർട്ടബിൾ ആയിരിക്കും. നരേന്ദ്രമോദിക്കോ എല്ലാ ചോദ്യങ്ങളും അൺകംഫർട്ടബിളാണ്. ഒന്നും കംഫർട്ടബിൾ ആയിട്ടുള്ളതില്ല, എല്ലാം വലിയ പ്രശ്നമാകുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നോർവീജിയയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഈ ടെലിപ്രോംപ്റ്റൊക്കെ വെച്ചിട്ട് വലിയ വീരവാദവും വെല്ലുവിളികളും അവകാശവാദങ്ങളൊക്കെ നടത്തി തിരിച്ചൊരു ചോദ്യം വന്നപ്പോഴേക്കും ഇറങ്ങി ഓടി. മനസ്സിലായില്ലേ? മാധ്യമ സമ്മേളനം, വാർത്താ സമ്മേളനം പോലും നടത്താത്ത നരേന്ദ്രമോദി 12 വർഷത്തിൽ ഒരിക്കൽ പോലും അത് നടത്തിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാവാത്തത്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ 2 വയസ്സുള്ളപ്പോഴോ 3 വയസ്സുള്ളപ്പോഴോ പറഞ്ഞ കാര്യങ്ങളോ ചെയ്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ. നരേന്ദ്രമോദി ഒരു 10-12 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് ഇതൊക്കെ പറഞ്ഞപ്പോൾ അത് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എസ്പെഷ്യലി രാഷ്ട്രീയപരമായി നടത്തിയ വെല്ലുവിളികളാകുമ്പോൾ. ഇപ്പം നമ്മൾ ചിലപ്പോൾ അന്ന് 12 വർഷം മുമ്പ് ഇന്ന ദിവസം ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓർമ്മിക്കണമെന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അന്ന് നടത്തിയ വെല്ലുവിളികൾ അത് കൃത്യമായി മറന്നു പോകുമോ? ആരെങ്കിലും മറന്നു പോകൂല. അപ്പോൾ എന്നിട്ടും എന്തേ നരേന്ദ്രമോദി സ്വന്തം ഈ പറയുന്ന മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവൂലേ? ഇനി അതോ ഈ മനുഷ്യന് അതും ഇല്ലേ? അതില്ല എന്നാ തോന്നുന്നതല്ലേ? അതുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കുവോ? ആക്കുവോ? അതില്ല. അപ്പം അതും ഇല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയാം, നിങ്ങൾ എന്താ ചോദിക്കാത്തത് എന്ന് ചോദിക്കരുന്ന്. അതൊന്നും നടത്തുന്നില്ല. മാധ്യമങ്ങളെയും എല്ലായിടത്തിലും അടച്ചാക്ഷേപിക്കാനും പറ്റൂല. പിന്നെ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പിന്നെ പ്രത്യേക ഒരു തരമാണല്ലോ അല്ലേ? മോഡിയുടെ സ്തുതിപാഠകരായിട്ടുള്ള ഒരു സംഘം, അത്രയേ ഉള്ളൂ. അതാണ് അതിൽ അങ്ങനത്തെ ആളുകൾക്ക് വലിയ ഉപകാരങ്ങളാ. ഒന്ന്, ഈ പറയുന്ന ശമ്പളം അത് നന്നായിട്ട് കിട്ടും. പിന്നെ കിമ്പളം BJPയുടെ ഭാഗത്തുനിന്ന് അത് മറ്റൊരു തരത്തിലും കിട്ടും. അപ്പോൾ ഇതാണ് ഇവറ്റകളുടെ ഒരു ലെവൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാനിതിങ്ങനെ കേട്ടപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുക, ഇതെന്തേ നരേന്ദ്രമോദി രാജിവെച്ചോ? രാഹുൽ ഗാന്ധിയെ പിടിച്ച് പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. പിന്നെയാണ് ഞാനിങ്ങനെ ആ ഫിഗറും ബാക്കിയുള്ളതൊക്കെ ഒന്ന് കണ്ടപ്പോൾ മനസ്സിലായത്, ഇത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പറഞ്ഞ വാക്കുകളാണ് എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2014, 2010 മുതൽ 2005 മുതൽ ഒന്നും രാജ്യം ഇത്ര വലിയ ഒരു പ്രതിസന്ധി നേരിട്ടത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മളത് കാണുകയാണ്. രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു ഭാഗത്ത് അല്ലേ? എല്ലാം കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെക്കുക. രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ, ഇന്ധനക്ഷാമം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ വില വർദ്ധിക്കൽ ഒരു ഭാഗത്ത്. ഇന്ധനക്ഷാമം ഉള്ളതുകൊണ്ടാണ് വില വർദ്ധിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതൊരു ഭാഗത്ത് കൂടി പോകുന്നു. രൂപയുടെ മൂല്യം തകർന്നടിയുന്നു, പണപ്പെരുപ്പം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും ഇത്രയും ദിവസങ്ങളായിട്ട്, ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ഇത് മെനഞ്ഞാന്ന് തുടങ്ങിയതല്ല, ഇത്രയും ദിവസങ്ങളായിട്ട് നരേന്ദ്രമോദി ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആര് മിണ്ടും? ആരും മിണ്ടാനില്ല. മിണ്ടുന്നവർക്കൊക്കെ എന്താ പറയാനുള്ളത്? മുസ്ലിമിനെക്കുറിച്ച്, ഹൈന്ദവനെക്കുറിച്ച്, ദൈവങ്ങളെക്കുറിച്ച്, ബീഫിനെക്കുറിച്ച്, പശുവിനെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, ഭക്ഷണ രീതിയെക്കുറിച്ച് ഒക്കെയാണ് പറയാനുള്ളത്. ഇതാണോ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇതാണോ രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്ന് പറയുന്നത്? അല്ലല്ലോ, ഇതല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ മെയ് 4 കഴിഞ്ഞപ്പോൾ അസമിലും ബംഗാളിലും BJP അധികാരത്തിലേക്ക് വന്നു. BJP അധികാരത്തിൽ വന്നിട്ടോ എന്താ ചെയ്തത്? നേരെ ഗ്യാസിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നോ? വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നോ?
ഡീസൽ പെട്രോൾ വില വർധനവിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതായിരുന്നോ? ഇതൊന്നുമല്ല ചെയ്തേ. പിന്നെന്താ ചെയ്തേ? പശുവിനെ അറക്കാൻ പറ്റൂല, റോട്ടിൽ നിസ്കരിക്കാൻ പറ്റൂല, ഗ്രൗണ്ടിൽ നിസ്കരിക്കാൻ പറ്റൂല, ഈദ് ബക്രീദ് ആഘോഷിക്കാൻ പറ്റൂല. ഇതൊക്കെയായിരുന്നു കൊണ്ടുവന്ന പുതിയ സർക്കാരിൻ്റെ ഏറ്റവും ആദ്യത്തെ തീരുമാനങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? നരേന്ദ്രമോദിയും BJPയും രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം വിദ്യാഭ്യാസമില്ല, സാമ്പത്തിക മേഖലയെക്കുറിച്ചറിയില്ല, ആരോഗ്യ മേഖലയെക്കുറിച്ചറിയില്ല, വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂ അറിയില്ല, CBSE എക്സാം എന്താണെന്നറിയില്ല, നീറ്റ് എക്സാം എന്താണെന്നറിയില്ല, ഇതൊന്നും അറിയില്ല. ഇതൊക്കെ അറിയുന്നവനല്ലേ ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ അറിയുന്നവനല്ലേ ഇതിനു വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരു ബേസ് വേണ്ടേ ഇതിനൊക്കെ? വേണ്ടേ? ഒരു അടിസ്ഥാനം വേണ്ടേ? അതുണ്ടെങ്കിലല്ലേ എന്താണ് പ്രശ്നമെന്നും എന്താണ് സൊല്യൂഷൻ എന്നും ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇതൊന്നും ഇല്ലാത്തവൻ എന്താ ഉള്ളതെന്താ? കലാപങ്ങൾ ഉണ്ടാക്കി അധികാര കസേരകൾ ഉറപ്പിച്ചവൻ്റെ രീതി, അവൻ്റെ പാരമ്പര്യം, അവൻ്റെ പ്രവർത്തികൾ, ഇതൊക്കെ കൈമുതലായിട്ടുള്ള ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ആരോഗ്യ മേഖലയെക്കുറിച്ചും എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഗുജറാത്ത് കലാപം നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്തായിരുന്നു ആ ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണം? എന്തിനു വേണ്ടിയായിരുന്നു അത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? രാജ്യത്ത് ഇത്തരത്തിൽ അക്രമ വഴികളിലൂടെ മുന്നോട്ടെത്തിയ ആളുകൾ രാജ്യം ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഇൻഫ്ലേഷനെക്കുറിച്ചും പണപ്പെരുപ്പത്തെക്കുറിച്ചും രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ചും എൻട്രൻസ് എക്സാമുകളെക്കുറിച്ചുമൊക്കെ പറയണമെന്ന് വാശി പിടിക്കുന്ന നമ്മളാണ് മണ്ടന്മാർ എന്നുള്ളതാണ്.